എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയയ്ക്കെതിരായ 5ാം ടെസ്റ്റിന്റെ 1ാം ദിവസം ഇന്ത്യക്ക് വലിയ നിരാശ തന്നെയായിരുന്നു. ഇന്നത്തെ മത്സരം നിർത്തുമ്പോൾ ഓസീസ് 9-1 എന്ന നിലയിൽ ആയിരുന്നു. ഇന്നത്തെ മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ മത്സരത്തിൽ ഉടനീളം ഉണ്ടായ ആരാധകരുടെ പിന്തുണയ്ക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു. സിഡ്നിയിൽ കളിക്കുന്നത് എല്ലായ്പ്പോഴും സവിശേഷമാണ്. ഫലം ഞങ്ങളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ പോലും ആരാധകരിൽ നിന്നുള്ള ഊർജ്ജം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞ മത്സരമായിരുന്നു എന്നത് ശരിയാണ്, പ്രത്യേകിച്ച് ബാറ്റിംഗ് വിഭാഗത്തിൽ. ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഒന്നും തന്നെ മുതലാക്കാനായില്ല. ഓസ്ട്രേലിയൻ ബൌളർമാർ നന്നായി തന്നെ ബൌൾ ചെയ്തു. ഞങ്ങളെ നന്നായി തന്നെ അവർ ബുദ്ധിമുട്ടിച്ചു. 1ാം ടെസ്റ്റിന് ശേഷം 2ാം തവണയാണ് ഞാൻ ഈ പരമ്പരയിൽ ക്യാപ്റ്റൻ ആകുന്നത്. രോഹിതിന്റെ അഭാവം തീർച്ചയായും അനുഭവപ്പെട്ടു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും സീനിയർ കളിക്കാരൻ എന്ന നിലയിലും അദ്ദേഹം വിലമതിക്കാനാവാത്ത അനുഭവം ടീമിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ടീമിന്റെ മികച്ച താൽപര്യങ്ങൾ കണക്കിലെടുത്താണ് അദ്ദേഹം ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുന്നു. മറ്റുള്ള കളിക്കാർക്കുള്ള ഒരു അവസരവുമായിരുന്നു അത്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ ബാറ്റർമാർ കാണിച്ച പോരാട്ടത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്സാണ്. ഒരു യൂണിറ്റ് എന്ന നിലയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ചാണ് എന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഇത് ഞങ്ങളുടെ മികച്ച പ്രകടനമായിരുന്നില്ല, എന്നാൽ ഈ മത്സരത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ശക്തമായി തിരിച്ചുവരികയും ചെയ്യും. ഈ ടീമിന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നും ബുംറ വ്യക്തമാക്കി. ഇന്ത്യൻ ബാറ്റിംഗിൽ പന്ത് മാത്രമാണ് ഇന്ന് കുറച്ചെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ബൌളിംഗ് നിരയും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഈ ടെസ്റ്റ് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.